ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലെബനോനെയും ഹിസ്ബുള്ളയെയും വീണ്ടും ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രയേൽ. നെതന്യാഹു മന്ത്രിസഭയിലെ ഉന്നതരുമായി അതിനായി കൂടിക്കാഴ്ചകൾ നടത്തുന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇസ്രയേൽ ലെബനോനുമായിട്ടുണ്ടായ വെടിനിർത്തൽ കരാർ ഇസ്രയേലിന് ലോകത്ത് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പരാജയമായാണ് അത് ലോകം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ആകെ ഒരു നിരാശ ബാധിച്ചിട്ടുണ്ട്. തീവ്ര ചിന്താഗതിക്കാരായ ഇസ്രായേലികളിൽ നിന്നും നെതന്യാഹുവിന് വ്യാപകമായ വിമർശനമാണ് ഈ വെടിനിർത്തൽ കരാറിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഹിസ്ബുള്ളയുമായി മറ്റൊരു യുദ്ധത്തിന് നെതന്യാഹുവിനെ നിർബന്ധിതനാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി ഈ IDF ലെബനോനിൽ പല ആക്രമണങ്ങൾ നടത്തിയത്. അത് ഒറ്റപ്പെട്ട ആക്രമണങ്ങളായി ലോകം കാണുകയായിരുന്നു. അങ്ങനെയായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ അത് ഇസ്രായേലിൻ്റെ നിരാശയുടെ ഫലമായിരുന്നു എന്നാണ് ഇപ്പോൾ ലോകം തിരിച്ചറിയുന്നത്. അവർ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. അതോടൊപ്പം ഹൂത്തികളിൽ നിന്നുള്ള ആക്രമണം ഇസ്രായേലിന് സഹിക്കാൻ കഴിയുന്നില്ല. അവർ വീണ്ടും യമനിൽ നിന്ന് 2 മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു. രാവിലെ അവർ വ്യാപകമായ ഒരു ആക്രമണം നടത്തിയിരുന്നു. ശേഷം ഉച്ച കഴിഞ്ഞു വീണ്ടും, അതായത് ഇന്നലെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വീണ്ടും അവർ 2 മിസൈലുകൾ കൂടി അടിച്ചിരുന്നു. ഇസ്രായേലിനെ ഹൂത്തികളെ തിരിച്ചടിക്കാൻ കഴിയുന്നില്ല എന്നൊരു നിരാശ വേറെയുണ്ട്. കാരണം അവർക്ക് പോയി നിന്ന് അടിക്കാനൊരു സ്ഥലമില്ല. അവർക്ക് ഈ ഹൂത്തികളെ ലക്ഷ്യം വയ്ക്കാൻ കഴിയുന്നില്ല. കടലിലേക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ. ചെങ്കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹൂത്തികൾ അവിടെ ഇട്ടങ്ങ് തീർക്കും. അതുകൊണ്ട് അവിടേക്കും പറ്റുന്നില്ല. പിന്നെ ഈ ഇസ്രായേലിൽ നിന്ന് തൊടുത്തുവിടുന്ന കേസ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇറാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങാത്തത് ട്രംപ് ഇറാനെ തടസ്സപ്പെടുത്തുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം ഇനി യുദ്ധം വേണ്ട, ജനുവരി 20 ട്രംപ് അധികാരമേൽക്കുകയാണല്ലോ. അത് മറ്റൊരു വിഷയമാണ്. ട്രംപ് അധികാരമേൽക്കുമ്പോൾ ഇറാനെ നിശബ്ദമാക്കും, അല്ലെങ്കിൽ ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഇസ്രായേലികളിൽ ഭൂരിഭാഗവും വിശ്വസിച്ചിരുന്നു. എന്നാൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കമല്ല ഉണ്ടാകുന്നത്. ട്രംപ് ഈ ഗസയിലും ലെബനോനിലുമൊക്കെ യുദ്ധം അവസാനിപ്പിക്കാനും ഒരു സമാധാനപരമായി ഭരിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. അത് അമേരിക്ക ദുർബലമായി എന്നുള്ളതിൻ്റെ പ്രധാന തെളിവാണ്. ഈ യുദ്ധം ചെയ്യുന്നവർക്ക് വേണ്ടി അവർക്ക് ഇനി ആയുധം നൽകാൻ കഴിയില്ല. എന്നാൽ ഇത് വാങ്ങുന്നവർ തുടർച്ചയായി വാങ്ങിക്കൊണ്ടിരിക്കുന്നു, വീണ്ടും തരൂ എന്ന് പറയുന്നതല്ലാതെ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ഇവർ ചിന്തിക്കുന്നില്ല. അമേരിക്കയിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത് ബൈഡനെതിരെ. ഈ ആയുധങ്ങൾ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ബൈഡനെതിരെ വളരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ബൈഡൻ ഇപ്പോൾ ഇറങ്ങിപ്പോകും. പക്ഷേ ട്രംപ് വരുമ്പോൾ ട്രംപിനെ ആണ് ഈ പ്രതിഷേധങ്ങൾ ബാധിക്കുക. ഈ ബൈഡനെ അതേപടി പിന്തുടർന്നാൽ ട്രംപിന് എന്ത് പ്രാധാന്യമിരിക്കുന്നു? ട്രംപ് ഒരു വ്യത്യസ്തമായ ഭരണമാണ് ആഗ്രഹിക്കുന്നത്. അതിലുപരി ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞതുപോലെ ഓരോ പ്രസിഡന്റുമാർ അമേരിക്കയിൽ വരുമ്പോഴും അവർ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലോ അമേരിക്കയുടെ നേതൃത്വത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യുന്ന യുദ്ധങ്ങൾ നിർത്തലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ യുദ്ധങ്ങളിൽ നിന്നും രക്ഷ നേടുന്നത്. ഈ യുദ്ധങ്ങളൊന്നും അവർക്ക് ലാഭം ഉണ്ടാക്കുന്നില്ലല്ലോ. അവർ ലോകത്ത് അവരുടെ ആധിപത്യം നിലനിർത്താനാണ് ഈ യുദ്ധങ്ങളെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷം യുദ്ധങ്ങളും അവർക്ക് നഷ്ടം തന്നെയാണ് വരുത്തുന്നത്. അത് അമേരിക്ക മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗസയിലും ലെബനോനിലും ഇനി സിറിയയിലും യുദ്ധം നിർത്തും, അല്ലെങ്കിൽ നിർത്തേണ്ടതുണ്ട് എന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. ഇന്നലെ സിറിയയിലെ പ്രധാന നഗരമായ അലപ്പോ ഈ ബഷാറിൻ്റെ വിമതർ പിടിച്ചെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരമൊക്കെ പിടിച്ചെടുത്ത കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരുപാട് തടവുകാരെ, അതായത് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ സൈനിക ഉദ്യോഗസ്ഥന്മാരല്ലാതെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഒരുപാട് പേരെ ഈ വിമത സൈന്യം തടവിലാക്കിയിട്ടുണ്ട്. അവർ വിജയം വളരെയധികം ആഘോഷിക്കുകയാണ്. പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിലൊക്കെ കയറിയവർ വളരെയധികം ആഘോഷിക്കുന്നുണ്ട്. അവർ കണ്ടിട്ടില്ല ഇത്രയും വലിയ കൊട്ടാരവും ഇതൊന്നും ഇവരാരും ഈ പോരാളികളാരും കണ്ടിട്ടില്ല. അവരതിനകത്ത് കയറി വളരെയധികം ആഘോഷിക്കുന്ന വീഡിയോകളുണ്ട്. ഇവരിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റഷ്യയുടെയും ഇറാൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം അവർക്ക് മേൽ ബോംബുകൾ വർഷിക്കുകയാണ്. ഈ സിറിയയുമായിട്ട് ചേർന്നുകൊണ്ട് അവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്.
ഏത് വിധേനയും ഈ തീവ്ര സംഘങ്ങളെ അടിച്ചൊതുക്കുമെന്നാണ് ഈ സിറിയയുടെ പ്രസിഡൻ്റായ ബഷാർ അൽ അസദ് പറഞ്ഞിരിക്കുന്നത്. അതവരങ്ങനെ ചെയ്യുകയും ചെയ്യും. കാരണം ഇതിനു മുമ്പ് പലതവണ അട്ടിമറിക്ക് ശ്രമിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ ഒരു മുന്നേറ്റം ആദ്യം ഉണ്ടാവും. ഈ സിറിയയിൽ ഈ വിമതർ ഇങ്ങനെ മുന്നേറുന്നത് ഇസ്രയേലിൻ്റെ പിന്തുണയോടെ ആണ് എന്ന് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. അതിലും രസകരമായത് മറ്റൊന്നുണ്ട്. പോരാട്ടത്തിലൂടെ മുറിവേൽക്കുന്ന IS, അൽ ഖായിദ അംഗങ്ങളെ ഇസ്രായേൽ സ്വന്തം രാജ്യത്ത് കൊണ്ട് ചികിത്സിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ISും അൽ ഖായിദയുമൊക്കെ ഇസ്രായേലിൻ്റെ സൃഷ്ടിയായിരുന്നു, അമേരിക്കയുടെ സൃഷ്ടിയാണോ എന്ന് ലോകം മനസ്സിലാക്കി വരുന്നത്. ഈ ലെബനോനിലും ഗസയിലുമൊക്കെ ഇത്രയും നാളായി യുദ്ധം ചെയ്തിട്ട് ഈ ISും അൽ ഖായിദയും എവിടെയായിരുന്നു എന്ന് നമ്മളെല്ലാവരും സംശയിക്കും. ഇവരൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണല്ലോ. അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. മുസ്ലിം തീവ്രവാദികളാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ പിന്നെ ഈ തീവ്രവാദികൾ എവിടെയായിരുന്നു ഇത്രയും നാളും? ഇപ്പോൾ അവർ സിറിയയിൽ പൊങ്ങിയിട്ടുണ്ട്. സിറിയയിൽ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരായിട്ട് പോരാടാൻ വേണ്ടി ഈ സംഘങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇവരൊക്കെ കൂലിപ്പടയാളികളാണ്. ആര് പൈസ കൊടുത്താലും അവരവിടേക്ക് പോകും, യുദ്ധത്തിന് പോകും. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവരുടെ 4000 രൂപയാണ് അവർക്ക് കിട്ടുന്നത് യുദ്ധത്തിന്. അതൊക്കെ ഓരോ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ദിവസം 4000 രൂപ അവർക്ക് കിട്ടും. അതിൽ കൂടുതൽ കിട്ടില്ല. കാരണം ഇത് വൻ സൈന്യമാണല്ലോ വരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകും. ഈ പാകിസ്ഥാനികളൊക്കെ അങ്ങനെ തന്നെയാണ്. അവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ വന്നിട്ട് ആക്രമണം നടത്തിയതുപോലെയായിരുന്നു. പൈസ അവർ വീടുകളിൽ കൊടുക്കും. അത് 10 ലക്ഷമോ 20 ലക്ഷം രൂപ കൊടുക്കും. അങ്ങനെയാണ് ബോംബെയിലൊക്കെ ഈ പാകിസ്ഥാൻ തീവ്രവാദികൾ വന്ന് ആക്രമണം നടത്തിയത്. ഇവർ കൂലിപ്പടയാളികളാണ്. നമ്മളവർക്ക് ഇവരൊക്കെ വിമതർ, ഇവരൊക്കെ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്, ഇവർക്ക് എന്നാ ഇത്ര വൈരാഗ്യം എന്നൊക്കെ ചിന്തിക്കും. സത്യത്തിൽ ഇവരെല്ലാം കൂലിപ്പടയാളികളാണ്. ഇവർക്ക് ഇത്ര തുക എന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് ഇവരൊക്കെ യുദ്ധത്തിന് ഇറങ്ങുന്നത്. ഇവർക്ക് ഗസയിലും ലെബനോനിലും ഒന്നും കാശ് കൊടുക്കാൻ ഹിസ്ബുള്ളയ്ക്കോ അല്ലെങ്കിൽ ഈ ഹമാസിനോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവരെയൊന്നും കാണാഞ്ഞത്. ഇവരൊന്നും ഇസ്ലാമിനെ രക്ഷിക്കാനൊന്നുമില്ല. ഇവർ കയ്യിൽ ഖുർആനും ഒക്കെ പൊക്കിപ്പിടിക്കും. അത് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഉള്ള ഒരു നമ്പറാണ്, ഒരു നാടകമാണ്. അത് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ആരാണ് അവരെ ഏൽപ്പിക്കുന്നത് അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. ഇവർ മതത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. ഇനി മതത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വേറെ വിഷയമുണ്ട്. ഇതിനകത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഇതിനകത്ത് ക്രിസ്ത്യൻസും ഉണ്ടല്ലോ. നമ്മളോർക്കും ഇതെല്ലാം മുസ്ലിങ്ങളാണ്. ഇതിലാരും മുസ്ലിം ഒന്നുമില്ല. ഈ അബൂബക്കർ ബാഗ്ദാദി എന്ന് പറഞ്ഞത് ഒന്നാം തരം ജൂതനാണ്. കയ്യിൽ ഇവിടെ ഇങ്ങനെ തോളിൽ പച്ച കുത്തിയിട്ടുണ്ട്. അവൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ തോളിൽ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഉടുപ്പ് കീറിയിട്ട് നോക്കുമ്പോൾ പച്ച കുത്തിയതാണെന്ന് ലോകം മുഴുവൻ ഫോട്ടോ പ്രദർശിപ്പിച്ചതാണ്. പക്ക ജൂതൻ. എന്നിട്ട് താടി വളർത്തിയിട്ട് ഇസ്ലാമിസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് ലോകത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. ഇതൊക്കെ അവരുടെ വേഷം കെട്ടാണ്, നാടകങ്ങളാണ്. കാരണം അതിനനുസരിച്ചാണ് ഒരു തുക മേടിക്കുന്നത്. കിട്ടുന്ന ക്യാഷ് എമൗണ്ട് ഇങ്ങനെ നാടകം കളിച്ച് ഈ ഫാൻസി ഡ്രസ്സ് കാണിച്ചുകൊണ്ടാണ് അവർ തുക മേടിക്കുന്നത്. ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ അവർക്ക് പൈസ കൊടുത്തുകൊണ്ട് നിങ്ങൾ കുരിശിട്ട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ കുരിശ് കഴുത്തെ തൂക്കിക്കൊണ്ട് അവർ യുദ്ധം ചെയ്യും. അപ്പോൾ ക്രിസ്ത്യാനികളെ ലോകത്ത് മോശക്കാരാക്കും. സത്യത്തിൽ ക്രിസ്ത്യാനികളാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണോ ചെയ്യുന്നത്? ഇവരൊക്കെ അവിശ്വാസികളാണ്. താടി വളർത്തി എന്ന് കരുതി ആരും ഇസ്ലാം ആകുന്നില്ല, മുസ്ലിം ആകുന്നില്ല. അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ ഒരിക്കലും ബന്ദികളെ കൊല ചെയ്തിട്ടില്ല. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ദികളോട് നിങ്ങൾ വെറുതെ വിടാൻ നിങ്ങൾ മറ്റുള്ള അവരെ അക്ഷരം പഠിപ്പിക്കുക. അന്ന് ഈ മക്കത്തൊന്നുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരെ നിങ്ങൾ അറിയാവുന്നവർ നിങ്ങൾ പഠിപ്പിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന തൊഴിലുകൾ അവരെ പഠിപ്പിക്കുക. നിങ്ങളെ ഞാൻ വിടും. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശം. ഇവർ ചെയ്യുന്നതോ, നിങ്ങൾ കാണണം വീഡിയോ, കഴുത്ത് കണ്ടിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവർ ആളെ ജീവനോടെ പിടിച്ചുകൊണ്ട് വന്ന് അവരുടെ എതിർപ്പ് ഒരു കാലിൽ പിടിച്ച് കരഞ്ഞാൽ പോലും അവരുടെ കഴുത്ത് കട്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ പോത്തിനെയും കാളയൊക്കെ ഇറക്കുന്ന പോലെ. ഇങ്ങനെയാണ് അവർ പകരം വെട്ടുന്നത്. എന്നിട്ട് വിളിക്കുന്നത് അല്ലാഹു അക്ബർ. ഇതൊക്കെ ഒരു അജണ്ടയാണ്. പണം കൊടുക്കുന്നവൻ പറയുന്നതിനനുസരിച്ച് ചെയ്യുന്ന റോബോട്ടുകളാണ് ഇവരൊക്കെ. ഇവരും മതവുമായിട്ട് ഒരു മതവുമായിട്ടും, അതിന് ജൂതരായാലും അങ്ങനെ തന്നെ കേട്ടോ, മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും, ഇവരൊന്നും മതത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്യുന്നതെന്നല്ലാതെ ഇവരൊന്നും മതവിശ്വാസികളോ ഇവർക്കൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഇവർക്ക് വയറ് നിറയുന്ന അടയാളം. പൈസ കിട്ടണം, ഭക്ഷണം, നല്ല ഭക്ഷണം കിട്ടണം, പെണ്ണിനെ കിട്ടണം. ഇന്നലെ സിറിയയിൽ നിന്നും കുറേ
സ്ത്രീകളെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. 60-ലധികം സ്ത്രീകളെ ഇവർ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് വിമതർ. ഇതെങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. അതിൽ കുറച്ച് പുരുഷന്മാരുമുണ്ട്. അത് വാനിനകത്ത് കയറ്റിക്കൊണ്ട് വരും. ഇത് കൂടിട്ട് നമ്മൾ ഈ മൃഗങ്ങളെ കൊണ്ടുപോകത്തില്ല, അതുപോലത്തെ കൂടിട്ട് വാനിനകത്ത് ഈ സ്ത്രീകളെല്ലാം ഇവർ കടത്തിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഇവർ പുറത്ത് പറയുന്നത് എന്താ? ഇസ്ലാമിക പോരാളികൾ. ആര് ഇസ്ലാമും? ഇതാണ് ഇസ്ലാമും. ഇതൊക്കെ ജൂതന് വേണ്ടി യുദ്ധം ചെയ്യുന്നതാണ്. പക്ഷേ ജൂത മീഡിയകൾ, സപ്പോർട്ടുള്ള അമേരിക്കൻ മീഡിയകൾ, ജൂത മീഡിയകളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇസ്ലാം ആണ് ചെയ്യുന്നത്, മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വലതുപക്ഷ മീഡിയകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കാരണം ഇസ്രായേലിൽ തന്നെ ഈ ബന്ദികളെ വിട്ടുകിട്ടാനും യുദ്ധം അവസാനിപ്പിക്കാനും ഒക്കെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ വലതുപക്ഷ തീവ്രവാദികൾ സമ്മതിക്കുന്നില്ല. അവർക്കത് യുദ്ധമല്ല, അവർക്ക് മരിച്ചാലും കുഴപ്പമില്ല, ആ ഒരു നിലപാടുള്ള ആൾക്കാരാണ്. കാരണം അവരൊക്കെ വളരെ സുരക്ഷിതരാണ്. ഈ പാവം പട്ടാളക്കാർ, ചെറുപ്പക്കാർ പോയി മരിക്കുകയാണ്. ഈ ഇസ്രായേലിലെ കാര്യമാണ് പറയുന്നത്. അവിടുത്തെ പട്ടാളക്കാർ പോയി ഗസയിലും ലെബനോനിലും ഒക്കെ പോയി മരിക്കുകയാണ് ഏറ്റുമുട്ടി. അവരുടെ വീടുകളിൽ കൂട്ടക്കരച്ചിലാണല്ലോ. പക്ഷെ അത് ഈ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ അത്രയും ഈ തീവ്രവാദികൾക്കോ മനസ്സിലാവില്ല. അവർക്ക് അത്തരം മനസാക്ഷി കുത്തൊന്നുമില്ല. അവർക്ക് പകയാണ് ഉള്ളിൽ മുഴുവൻ. ഈ തീവ്രവാദികളുടെ പ്രഷർ കാരണമാണ് നെതന്യാഹു ഹിസ്ബുള്ളയുമായി യുദ്ധം ചെയ്യാൻ വീണ്ടും തയ്യാറാവുന്നത്. ഹിസ്ബുള്ളയും അപ്പുറത്ത് തയ്യാറെടുത്തു കഴിഞ്ഞു. അവർക്ക് കിട്ടി, അവർക്ക് 5 ദിവസം കിട്ടി. അവർക്ക് ആയുധം ശേഖരിക്കാനും ഒക്കെ ഏതാണ്ട് സമയം. 5 ദിവസമൊക്കെ ധാരാളമാണ് അവർക്കൊക്കെ. അതുപോലെ ഈ റഷ്യയുടെയും ഇറാൻ്റെയൊക്കെ ആയുധങ്ങൾ വരുന്നുണ്ട്. ഈ യുദ്ധത്തിൻ്റെ ഇടയിലൂടെ, സിറിയയിലെ യുദ്ധത്തിൻ്റെ ഇടയിലൂടെ തന്നെ ഇവർക്ക് ഈ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഹിസ്ബുള്ളയായിട്ട് ഇസ്രായേൽ മുട്ടണം എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സിറിയയിൽ ഹിസ്ബുള്ളയുടെ വരവുണ്ടല്ലോ, അത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നുണ്ട്. അവിടെയും അവർക്ക് ഹിസ്ബുള്ളയിൽ നിന്ന് തോൽവി ഉണ്ടാകും. കാര്യം വിമതരിപ്പോൾ അലപ്പോ പിടിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ താൽക്കാലികമാണ്. അതൊക്കെ അവർ അടിച്ചൊതുക്കും. കാരണം അത്രയും വൻ ശക്തികളല്ല അപ്പുറത്ത് നിൽക്കുന്നത്, അവരടിച്ചൊതുക്കും. പക്ഷേ അത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നുണ്ട്. അതും അവിടെയും കൂടെ തോൽവി. അവരുടെ ഈ കൂലിപ്പടയാളികൾ, അതായത് IS, അൽഖായ്ദ കൂലിപ്പടയാളികൾ അവിടെ എല്ലാം ചത്തൊടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ആരെ വെച്ച് യുദ്ധം ചെയ്യിക്കും? അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പുറത്തൂടെ വീണ്ടും ഹിസ്ബുള്ളയെ ആക്രമിക്കാം എന്നൊരു തീരുമാനമെടുക്കുന്നത്. അത് അവരുടെ കരാറിനൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. കരാറെന്നവർക്കൊരു വിഷയമല്ല, നാണക്കേട് പ്രശ്നമല്ല. നെതന്യാഹു വരുന്നത് ഏതായാലും യുദ്ധക്കുറ്റവാളിയാണ്. യോബ് നെതന്യാഹുവിനെയും വിചാരണ ചെയ്യുമെന്നുള്ള കാര്യത്ത് ഉറപ്പ് തന്നെയാണല്ലോ. അതിന്നും കോടതി പറഞ്ഞിട്ടുണ്ട്, വിചാരണ ചെയ്തേ പറ്റൂ. കാരണം അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ അടുത്ത വീണ്ടും ഇലക്ഷൻ വരാൻ പോവാണ് ഇസ്രായേലിൽ. ഈ നെതന്യാഹു ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി ഒന്നുമില്ല. അതുപോലെ ട്രംപിൻ്റെ അമേരിക്കയിൽ ഉള്ള ഈ പ്രവേശം, അതായത് അദ്ദേഹം പ്രസിഡൻ്റ് ആകുന്നത് നെതന്യാഹുവിന് ചിലപ്പോൾ ദോഷം ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇസ്രായേലും അമേരിക്കയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ. അതിൻ്റെ ആ ഇളവിലെങ്ങാണം രക്ഷപ്പെട്ടു പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവൂ. പിന്നത്തെ കാര്യം പിന്നെയല്ലേ. ഇപ്പോൾ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നെതന്യാഹുവിനെ ഊരിയെടുക്കാം എന്നൊരു ധാരണ ചിലപ്പോൾ ഒരുപക്ഷെ ട്രംപിനുണ്ടാവും. അതുകൊണ്ടായിരിക്കും അയാൾ യുദ്ധം അവസാനിപ്പിക്കാൻ പറയുന്നത്. യുദ്ധം അവസാനിപ്പിച്ചാൽ അമേരിക്കയും ഇസ്രായേലും ലോകത്തിന് മുന്നിൽ തോൽക്കുക തന്നെയാണ്. കാരണം അവർ തോറ്റ് പിന്മാറി എന്നുള്ള ഒരു ഇതിലേക്കാണ് വരുന്നത്. എന്നാലും സാരമില്ല, കാരണം അമേരിക്കയ്ക്ക് ഇഷ്ടംപോലെ അനുഭവം ഉണ്ടല്ലോ. പലയിടത്തും പോയി യുദ്ധം ചെയ്ത് അവർ ഇതുപോലെ തന്നെ തിരിച്ചു പോവുക. അതവരുടെ ശീലമായതുകൊണ്ട് അവർക്കത് വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ച് നെതന്യാഹു ഈ മിഡിൽ ഈസ്റ്റിൽ ഈ ഇവരോടൊക്കെ ലെബനോനോ അല്ലെങ്കിൽ സിറിയയോടോ അല്ലെങ്കിൽ ഈജിപ്തിനോടൊക്കെ യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട്. പല തവണ അവർ ജയിച്ചുകൊണ്ടാണ് അവർ ലോകത്ത് വീരരായി നിൽക്കുന്നത്. അല്ലാതെ അവർ വേറെ പോയിട്ട് റഷ്യയോടോ ചൈനയോടോ യുദ്ധം ചെയ്ത് വീരന്മാരായെന്നല്ല. ഈ പാവങ്ങൾ അത്തപ്പാടി ആയുധമില്ലാത്ത പാവങ്ങളെ ആക്രമിച്ചിട്ട് ആണ് ലോകത്ത് ഇന്ന് ഈ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ വലിയ ഉന്നത രാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ അവർ ശക്തരോടൊക്കെ ഏറ്റുമുട്ടാൻ കഴിയില്ല അവർക്ക്. അവർ ഈ പിന്നിലൂടെ വല്ലവനും അടിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൂടെ പോയി സഹായങ്ങൾ ചെയ്യുക, അങ്ങനെ പോയി അവരും കൂടെ അതിൻ്റെ പങ്ക് പറ്റുകയാണ് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയനൊക്കെ അതല്ലേ ചെയ്യുന്നത്. അമേരിക്ക പിന്നീട് നിൽക്കും. ഈ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി ഇവരെല്ലാവരും UK ഉൾപ്പെടെ ഇവരെല്ലാം അമേരിക്കയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇവരൊക്കെ കുറച്ച് സൈന്യത്തെ വിട്ടുകൊടുക്കും, അല്ലാതെ അവർക്കൊന്നും യുദ്ധ നേതൃത്വങ്ങളൊന്നുമില്ല. അതെല്ലാം അമേരിക്കയെ തീരുമാനിക്കുന്നത്. ഇവർ പൈസ കൊടുക്കും, സൈന്യത്തെ കൊടുക്കും, എന്നിട്ട് അതിൻ്റെ യുദ്ധത്തിൻ്റെ പങ്ക് പറ്റും.
പങ്കുപറ്റുമെന്ന് ഉദ്ദേശിക്കുന്ന വിജയം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടിയാണ് ജയിച്ചത് എന്ന് പറയും. തോറ്റു കഴിഞ്ഞാൽ അവരെല്ലാം വേറെ അമേരിക്ക ഒറ്റയ്ക്കും. ഇതാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്കയ്ക്ക് ഇത് ഇപ്പോഴും സത്യത്തിൽ ഇത് ബോധമില്ലാന്ന് വേണം പറയാൻ. അവർക്ക് ഈ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ യുക്രൈനെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇപ്പം ഒത്തീർപ്പാകാൻ പോവുക. അവിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇയാൾ ചെയ്യുന്നത്, ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. എന്തായാലും വീണ്ടും ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള കളമൊക്കെ ഏതാണ്ട് ഒരുങ്ങി വരുന്നുണ്ട്. അത് ഇന്നത്തെ ന്യൂസാണ്. ഈ ഞായറാഴ്ച 1-ാം തീയതി കളങ്ങളെല്ലാം ഒത്തു വരുന്നുണ്ട്. അവർ അടുത്ത ദിവസങ്ങളിൽ ഏറ്റുമുട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം അതിപ്പോൾ 1ഉം 2ഉം പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി. അപ്പോൾ ഈ സിറിയൻ യുദ്ധം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊന്ന് ചൂട് പിടിക്കാത്തത്. അതിനെ സത്യത്തിൽ അതിനെ ഒപ്പിക്കാനായിരിക്കും ഈ ഹൂത്തികൾ ഈ അടിക്കുന്നത് ഇപ്പുറത്തോടെ കയറിയിട്ട്. 4 സൈഡിൽ നിന്ന് അടിക്കുക, അടി കിട്ടുക എന്നുള്ളതാണല്ലോ ഇസ്രായേലിൻ്റെ പരിപാടി. മേടിച്ചുകൊണ്ടിരിക്കണം, അത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം എപ്പോഴും. എന്നാൽ തോക്കാനും വില. ആകപ്പാടെ ഒരു യുദ്ധം വെടിനിർത്തൽ നടത്തി അതും തോറ്റു എന്ന് പറയുന്ന നാണക്കേടുമായി. ഇപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി അടുത്ത യുദ്ധം ഉണ്ടാക്കുകയാണ്. അത് അതിനേക്കാൾ വൻ പരാജയമാണ്. ഇത് പരാജയം ഇങ്ങനെ വരുന്നൊരു തകരാറ് വെച്ചാൽ രാജ്യം നശിച്ചു പോകും. കാരണം ഇതിങ്ങനെ തോറ്റു കഴിഞ്ഞാൽ, തകർന്നു കഴിഞ്ഞാൽ രാജ്യം തീരുകയാണ്. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ സാധ്യത പോലുമാണ് ഈ നെതന്യാഹു നഷ്ടപ്പെടുത്തുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഇല്ലാതായി പോകും. അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലൂടെ സംഗതി മുന്നോട്ട് പോകും. ഇത് അയാൾ സമ്മതിക്കില്ല അതിന്. എന്തായാലും ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്.